ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഡോബി പേജ്മേക്കർ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ പാർട്ട് 4-ൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലെറ്റർ എങ്ങനെയാണ് വളരെ ലളിതമായിട്ടും വളരെ പ്രൊഫഷണലായിട്ടും നമുക്ക് പേജ് മേക്കറിൽ തയ്യാറാക്കുന്നത് എന്നാണ്. അതായത് നമ്മൾ പാർട്ട് 3 വരെ കുറച്ച് സെറ്റിങ്സുകളെല്ലാം തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയിലാണ് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലെറ്റർ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡിനകത്തും പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ്. ഓക്കെ, അതായത് എക്സസൈസ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രം മുതൽ ഒരു പ്ലേസ് ഡേറ്റ് എഴുതിയത് വരെയുള്ള ഒരു ലെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് പേജ് മേക്കറിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പേജ് മേക്കർ ഓപ്പൺ ചെയ്യുകയാണ്. വിൻഡോ കീയും 6 അടിച്ചു. അതിനുശേഷം PM70 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, പേജ് മേക്കർ ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കീബോർഡിനകത്ത് Ctrl+N അമർത്തുക. ഓക്കെ, പേപ്പർ നമുക്ക് സൈസ് ചെയ്തെടുക്കാം. A4 തിരഞ്ഞെടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ മാർജിൻസ് എല്ലാം തന്നെ ഞാനൊരു 20 മില്ലിമീറ്ററായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് 2 സെൻറ്റിമീറ്റർ അല്ലേ. ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പേജ് വന്നു. ഇതിന് ശേഷം നമുക്ക് Ctrl+1 പ്രസ് ചെയ്യണം. Ctrl+1, അതായത് പേജിനെ നമ്മൾ ആക്ച്വൽ സൈസിലേക്ക് ആക്കുക. പിന്നെ ആൾട്ട് അമർത്തി പിടിച്ച് താഴേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഫ്രെയിമുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറേ ടെക്സ്റ്റുകൾ അടങ്ങുന്ന ഒരു കണ്ടെയ്നറാണ് ആക്ച്വലി ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സസൈസ് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റ ഫ്രെയിമിനകത്തും ചെയ്യാൻ സാധിക്കും. ഓക്കെ, രണ്ടും ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ രണ്ടും എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതായത് ഉദ്ദേശിച്ച ഇതാണ്. ചിലപ്പം ചില ആളുകൾ ചെയ്യുക ഫ്രം അഡ്രസ്സ് എന്ത് ചെയ്യും ഒരു ഫ്രെയിമിനകത്ത്, ടു അഡ്രസ്സ് ഒരു ഫ്രെയിമിനകത്ത്, സബ്ജക്റ്റ് ലൈൻ ഒരു ഫ്രെയിമിനകത്ത്, സാറും അതുപോലെ തന്നെ ഈ പാരഗ്രാഫും ഒരു ഫ്രെയിമിനകത്ത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സാറ് മാത്രം ഒരു ഫ്രെയിമിനകത്തും പാരഗ്രാഫ് ഒരു ഫ്രെയിമിനകത്തും, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒരു ഫ്രെയിം, അതുപോലെ തന്നെ അബ്ദുൾ റഷീദ് PP ഒരു ഫ്രെയിം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കറക്റ്റായാൽ മതി എന്നേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഇവിടെ കൂടുതലും ഉചിതമായിട്ടുള്ളത് ഇത് ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ T എടുക്കുന്നു. അതിനുശേഷം പേജിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഫ്രം എന്നടിക്കുന്നു. എൻ്റർ അടിക്കുക, ടാബ് അടിക്കുക. അതിനുശേഷം ഏത് കൊടുക്കാം, പേര് കൊടുക്കാം, അബ്ദുൾ റഷീദ് PP. എൻ്റർ അടിച്ചു, ടാബ് അടിച്ചു. ഓക്കെ, ഇനി നമ്മളിത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നുകിൽ ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഇടതുവശത്തായിട്ട്, കീബോർഡിൻ്റെ ഇടതുവശത്തായിട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കി ടൈപ്പ് ചെയ്യുക. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ എന്ത് ചെയ്യാം, അതിലുള്ള പ്രകാരം തന്നെ കൊടുക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഡോട്ട്, കോമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് തോന്നിയതുപോലെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യരുത്. ഓക്കെ, അതായത് ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ 100% അക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഉൾക്കൊണ്ട് വേണം ടൈപ്പ് ചെയ്യാൻ. അതങ്ങനെ തന്നെ ശീലിക്കണം. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ അബ്ദുൾ റഷീദ് PP എന്നടിക്കും, എന്നിട്ട് ഈ ഡോട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, പിന്നെ അത് എന്താവും, ഇങ്ങനെ ശീലമായിട്ട് നമുക്ക് മാറും. പിന്നെ ഏത് ഡോക്യുമെൻ്റ് കണ്ടാലും ഈ കുത്തും കോമയൊന്നും അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കണ്ണിൽ അത് കാണൂല. ഓക്കെ, കാരണം ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കോമയും കുത്തും ബ്രാക്കറ്റും സ്പേസും എല്ലാ കാര്യങ്ങളും ലൈൻ സ്പേസിങ്ങും ഒക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ബാക്കി ഒന്ന് ടൈപ്പ് ചെയ്യാം ഇതിനകത്ത്. ഓക്കെ, പുതിയ പുര 21 എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതുവരെ ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഈ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് എത്തി. ഓക്കെ, ഇവിടെ ഞാനൊരു 2 എൻ്ററൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ളത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് Ctrl+Shift+R പ്രസ് ചെയ്തിട്ട് നമുക്ക് യുവേഴ്സ്
ഫെയ്ത്ത്ഫുള്ളി അതിലുള്ളതുപോലെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും കേഴ്സർ റൈറ്റ് സൈഡിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് അബ്ദുൾ റഷീദ് PP എന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, അബ്ദുൾ റഷീദ് .p. ഓക്കെ, വീണ്ടും Ctrl+Shift+L അമർത്തുക. Ctrl+Shift+L അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കേഴ്സർ വന്നു. ഇവിടെ നമുക്ക് പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലേസ് കാലിക്കറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് 29/8/2016. ഓക്കെ, മൺഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലെറ്ററിനകത്ത് ഉള്ള മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് പോയിൻ്റർ ടൂൾ എടുത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. കണ്ടോ, ഇതിൻ്റെ ടോപ്പ് ലെവൽ ഫ്രെയിം ഓക്കെയാണ്. അതായത് ഫ്രമിൻ്റെ തൊട്ട് മുകളിലൂടെയാണ് ഫ്രെയിമിൻ്റെ ലൈൻ പോകുന്നത്. എന്നാൽ ഇവിടെ താഴെ അങ്ങനെയല്ല. ഇവിടെ മൺഡേ കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ വര വന്നിരിക്കുന്നത്. കാരണം നമ്മൾ അറിയാതെ കുറേ എൻട്രികളൊക്കെ ഇതിനകത്ത് അടിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ T എടുത്തിട്ട് ഈ മൺഡേയുടെ ലാസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് അമർത്തി പിടിച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം വീണ്ടും പോയിൻ്റർ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, കണ്ടോ, ഫ്രെയിം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് സ്ക്രീനിനകത്ത് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കണം. അതായത് ഈ ഫ്രെയിമിൻ്റെ ഈ ഇടത് ഭാഗം കണ്ടത്, ഈ ഇടത് ഭാഗത്തുള്ള ബ്ലാക്ക് ഡോട്ട് ഈ മാർജിനോട് അടുത്ത് നിൽക്കണം. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഡോട്ട് ഇതിനോട് അടുത്ത് നിൽക്കണം. ഓക്കെ, അതായത് തൊട്ടുകൊണ്ട് നിൽക്കണം. ഓക്കെ, അത് ഒരിക്കലും ഇത് ഇങ്ങനെയൊന്നും ആയിപ്പോകരുത്. കണ്ടോ, പുറത്തേക്കൊന്നും പോയി നിൽക്കരുത്. കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ ഇത് മുകളിലേക്കോ താഴേക്കോ നിങ്ങൾക്ക് ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. അതുമാത്രമല്ല, ഇനി ഇതിനകത്ത് വരുന്നത് ഇതേപോലെ റെഡ് കളറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിന് നിൽക്കാൻ സ്ഥലമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് താഴേക്ക് ഇങ്ങനെ താത്തി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ പാരഗ്രാഫ് എന്ത് ചെയ്യുന്നു, ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം Ctrl+Shift+J അടിച്ചു കഴിഞ്ഞാൽ ഇത് ജസ്റ്റിഫൈ ആയി. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈൻ സ്പേസിങ് ഉണ്ടോ, 14.4 ഉള്ളത് നമ്മളൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. ഞാനൊരു 20 കൊടുത്തു. കണ്ടോ, ലൈൻ സ്പേസിങ് വന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+Shift+B അടിച്ചിട്ട് ബോൾഡ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ലെറ്റർ എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യാനൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അത് അറിയുന്ന ആളുകൾക്ക് ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, ഒരു ആവൃത്തിയെങ്കിലും ഒരു ആവൃത്തി എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ചില ആളുകൾ ഈ ലെറ്റർ ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഒരൊറ്റ ഫ്രെയിമിലാണ് ഇത് മുഴുവനായിട്ടും കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നീക്കുമ്പോൾ ഈ ലെറ്റർ, എൻ്റെ ലെറ്റർ തന്നെ നമുക്കിങ്ങനെ നീക്കി വയ്ക്കാനൊക്കെ സാധിക്കും. ഇനി വേറൊരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിലാണ് വരിക. അതായത് പേജിൻ്റെ മുകളിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഫ്രം അടിക്കുന്നു, അതിനുശേഷം എൻ്റർ അടിച്ചു, ടാബ് അടിക്കുന്നു. ഓക്കെ, ഞാൻ അബ്ദുൾ റഷീദ് PP എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ അഡ്രസ്സൊക്കെ വേറെ ഏതെങ്കിലും കൊടുക്കുകയാണ് കേട്ടോ. സിവിൽ സ്റ്റേഷൻ കാലിക്കറ്റ്. ഇപ്പോൾ ഫോൺ എന്ന് പറഞ്ഞിട്ട് 123456789 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഇത് ഒരു ഫ്രെയിമിനകത്തല്ലേ ഉള്ളത്, അതവിടെ വയ്ക്കും. പിന്നെ അതിനുശേഷം നമ്മൾ T എടുത്തിട്ട് വീണ്ടും താഴെ ക്ലിക്ക് ചെയ്തിട്ട് 2 എടുത്തിട്ട് എന്ത് ചെയ്യും, ദി പ്രിൻസിപ്പാൾ. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, തിരുവനന്തപുരം കേരള. ഓക്കെ, ഇങ്ങനെയായിരിക്കും അടുത്ത ടൈപ്പ് ചെയ്യുന്നത്. അതായത് ഇത് വേറൊരു ഫ്രെയിമിൽ കണ്ടോ, ഇങ്ങനെ സ്പ്ലിറ്റാക്കി എന്ത് ചെയ്യും, കൊണ്ടുവരും. ഓക്കെ, അതിനുശേഷം വീണ്ടും അടുത്ത ക്ലിക്ക് ചെയ്യും. അടുത്ത ക്ലിക്ക് ചെയ്തിട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, സബ്ജക്റ്റ് ഗോസ് ഹിയർ, സബ്ജക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യും. ഓക്കെ, ഇതൊരു ഫ്രെയിമിനകത്ത്. ഓക്കെ, അതിനുശേഷം വീണ്ടും അടുത്തത് സർ എന്നുള്ളത് എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്യും. അത് ചിലപ്പോൾ ഒരു ഫ്രെയിമിലായിരിക്കും. അതിനുശേഷം പാരഗ്രാഫ്. ഓക്കെ, പാരഗ്രാഫ് വേണമെങ്കിൽ ഞാൻ ഇതിനകത്ത് തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് അടിക്കാം. കോപ്പി ചെയ്തു, അത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് എന്ത് ചെയ്തു, ഒരു ഫ്രെയിമിനകത്ത്. ഇങ്ങനെയായിരിക്കും ചില ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും ഇങ്ങോട്ടൊക്കെ നീക്കി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം.
ഈ ലെറ്റർ എല്ലാം തന്നെ ഒരൊറ്റ ഫ്രെയിമിനകത്താണ് വരുന്നത്. ഓക്കെ, ഇതാവുമ്പോൾ കാണാൻ രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ട് അല്ലേ? പക്ഷേ ഇതിനകത്ത് ഫ്രം എന്നുള്ളത് ഒരു ഫ്രെയിമിനകത്തും ടു വേറൊരു ഫ്രെയിമിനകത്തും ഇത് വേറൊരു ഫ്രെയിമിനകത്തും ഇത് അടുത്ത ഫ്രെയിമിനകത്ത്. ഓക്കെ, ഇത് അടുത്ത ഫ്രെയിം, അങ്ങനെയാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഫ്രെയിം ഉണ്ട്? 1 2 3 4 5 ഫ്രെയിമിനകത്താണ് വന്നിരിക്കുന്നത്. ഇത് 1 ഫ്രെയിം, ഇത് 5 ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഒന്ന് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ വ്യത്യസ്ത പൊസിഷനുകളിലൊക്കെ വരുമ്പോഴാണ് സെപ്പറേറ്റ് ഫ്രെയിമുകളാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക? മാക്സിമം നമ്മൾ പേജ് മേക്കറിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഒറ്റ ഫ്രെയിമിൽ തന്നെ ആക്കുവാൻ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, സെപ്പറേറ്റ് ഫ്രെയിം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡിസൈനിനകത്ത് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കുറച്ച് കൂടുതൽ കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ ഒറ്റ ഫ്രെയിമിൽ തന്നെ എന്ത് ചെയ്യുക? കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഫസ്റ്റ് 3 പാർട്ടിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയും കൊണ്ടിട്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു എക്സസൈസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ എക്സസൈസുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ പഠിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഫുൾ ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് തുടക്കം മുതലേ ഇങ്ങനെ പഠിച്ചു തുടങ്ങണ്ടേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ടൊരു ലെറ്ററിൽ തന്നെ ഒരു എക്സസൈസ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ ഭംഗിയുള്ള ഡിസൈനുകളും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഡിസൈനുകളൊക്കെ ഉൾപ്പെടുത്തിയും കൊണ്ട് പേജ് മേക്കറിൽ പുതിയ ഡിസൈനുകളും ഒക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്ത് വയ്ക്കാം അല്ലേ? Ctrl+S അടിച്ചിട്ട് നമുക്കിത് സേവ് ചെയ്ത് വയ്ക്കാം. ഞാനിത് സേവ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ്സിനകത്ത്. ഇതിൻ്റെ പേര് നമുക്ക് എന്ത് കൊടുക്കാം? പേര് നമുക്ക് ഒരു എക്സാമ്പിൾ ലെറ്റർ എന്ന് പേര് കൊടുത്തു. ദെൻ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് ഒന്ന് പോയി നോക്കാം അല്ലേ? ദിസ് PC എടുത്തു. അതിനുശേഷം ഞാനിവിടെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ലെറ്റർ കണ്ടോ? സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ലെറ്റർ എന്നല്ലേ? ഓക്കെ, ഇതൊരു പേജ് മേക്കർ പബ്ലിക്കേഷനാണ്. ഓക്കെ, പേജ് മേക്കർ പബ്ലിക്കേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. അതായത് നമുക്കറിയാം ഏതൊരു ഫയൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമ്പോഴും 2 പേരുകളുണ്ടാവും. ഒന്ന് നമ്മൾ കൊടുത്ത പേരും പിന്നെ ആ സോഫ്റ്റ്വെയർ തന്നെ നൽകുന്ന ഒരു പേരും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ വ്യൂ എന്ന് കാണാം. വ്യൂവിനകത്ത് ഓപ്ഷൻസിനകത്ത് എന്ത് കാണാം? ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വ്യൂ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഉണ്ടാവും ഹൈഡ് എക്സ്റ്റൻഷൻ ഫോർ നോൺ ഫയൽ ടൈപ്സ്. ഇതിൻ്റെ ടിക്ക് നമ്മൾ ഒഴിവാക്കുക. ദെൻ ഓക്കെ അടിക്കുക. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടില്ലേ letter.pmd എന്ന് കാണാൻ പറ്റും. letter.pmd. സോ PMD എന്നുള്ളത് പേജ് മേക്കറിൻ്റെ എക്സ്റ്റൻഷൻ നെയിമാണ്. ഓക്കെ, പേജ് മേക്കറിന് മാത്രമല്ല മറ്റു ഫയലുകൾക്കൊക്കെ അതിൻ്റെ എക്സ്റ്റൻഷൻ നെയിം വന്നിട്ടുണ്ടാവും. കണ്ടോ? snag1.mp4, pdf1.pdf. ഓക്കെ, അതുപോലെ തന്നെ കണ്ടോ തൊഴുകണ്ണി.txt. എല്ലാ ഫയലുകൾക്കും ഇവിടെ എക്സ്റ്റൻഷൻ നെയിം വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ എക്സ്റ്റൻഷൻ നെയിം അറിയുന്നത് കൊണ്ട് നമുക്ക് വേറെയും ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പേജ് മേക്കറിൽ ഒരു ഫയൽ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, സേവ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമുക്ക് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് എവിടെയാണ് സേവ് ചെയ്തതെന്ന് ഓർമ്മയില്ല, അതിൻ്റെ പേരും ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ കമ്പ്യൂട്ടറിനകത്തുള്ള പേജ് മേക്കറിൽ തയ്യാറാക്കിയ പബ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. എക്സ്റ്റൻഷൻ നെയിം അറിഞ്ഞാൽ മതി, PMD എന്നുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ദിസ് PC തുറക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ദിസ് PC എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം കീബോർഡിൽ F3 എന്നുള്ളത് അടിച്ചാലും മതി. കണ്ടോ? കഴ്സർ ഇവിടെ വരും. അതിനുശേഷം ഇവിടെ നമ്മൾ അടിക്കാം star.pmd എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. star.pmd. ഓക്കെ, ഇവിടെ സ്റ്റാർ എന്നല്ല കേട്ടോ ആക്ച്വലി ഇതിനെ പറയാം. ഓക്കെ, ആസ്റ്ററിസ്ക് ഡോട്ട് അല്ലെങ്കിൽ ഡോട്ടിൻ്റെ ഡോട്ടൊന്നുമല്ല പിരീഡ് എന്നാണ് പറയുക, PMD. അത് നമ്മൾ പറയാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന സ്റ്റാർ ഡോട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി അതിൻ്റെ പേരുകൾ അതൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആസ്റ്ററിസ്ക് പിരീഡ് PMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആരോ മാർക്ക് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ അടിക്കാം. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ മുഴുവനും സെർച്ച് ചെയ്തതിന് ശേഷം പേജ് മേക്കറിൽ തയ്യാറാക്കിയിട്ടുള്ള ഫയലുകൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വരും. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇത് അവിടെ വന്നിട്ടുണ്ട്. letter.pmd അതുപോലെ തന്നെ PageMaker.pmd. ഓക്കെ, 2 ഫയൽ മാത്രമേ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഉള്ളൂ. അതിൽ ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്തതാണ് അല്ലേ, ഡോക്യുമെൻറ്റ്സിനകത്ത് സേവ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പാർട്ട് 4 വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അത്ര വലിയ കാര്യമുള്ള ഒരു ഡിസൈനൊന്നുമല്ല. ഓക്കെ, എന്നാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കൂടുതൽ പേജ് മേക്കറിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, അതുവരേക്കും ബൈ.